യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ചെന്നല്ലേ? അതെ. നമ്മുടെ ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക പ്രശ്നം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ യുദ്ധം കൊണ്ട് ആർക്കാണ് ലാഭം ഉണ്ടായതെന്ന് അറിയണ്ടേ? അത് മാത്രമല്ല, അമേരിക്ക പറയുന്നു അമേരിക്കയാണ് യുദ്ധത്തിൽ വിജയിച്ചതെന്ന്. ഇസ്രായേൽ പറയുന്നു ഇസ്രായേലും വിജയിച്ചെന്ന്. പക്ഷേ ഇറാനിൽ ഭയങ്കരം വലിയ സെലിബ്രേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂസ് അറിയണ്ടേ? സോ ഐ എം ജോസ് പ്രകാശ്, ദിസ് ഈസ് JP's വേൾഡ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്കയുടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം ഈ പ്രശ്നത്തെക്കുറിച്ച്. അപ്പോൾ അമേരിക്ക പറയുന്നുണ്ട് അമേരിക്കയാണ് ഈ യുദ്ധത്തിൽ ജയിച്ചതെന്നും അമേരിക്കയ്ക്ക് ഒത്തിരിയേറെ ലാഭങ്ങളുണ്ട്, അമേരിക്ക അവരുടെ മിലിറ്ററി നശിപ്പിച്ചു, അത് നശിപ്പിച്ചു, ഇത് നശിപ്പിച്ചു എന്നൊക്കെ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഇറാൻ സംഘർഷത്തിൽ എന്ത് പറഞ്ഞാണ് അമേരിക്ക ഈ യുദ്ധത്തിലേക്ക് എൻ്റർ ആയത്? അവരുടെ റെജിം ചേഞ്ച് ആയിരുന്നു. പക്ഷേ ഈ റെജിം ചേഞ്ച് അവിടെ സംഭവിച്ചോ? ഇല്ല. പിന്നെ ഉള്ളത് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് കൈക്കലാക്കുന്നായിരുന്നു. എന്നാൽ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് അമേരിക്ക കൈക്കലാക്കിയോ? അതുമില്ല. അതിപ്പോഴും ഇറാന്റെ കൺട്രോളിൽ തന്നെയാണ്. അതുകൊണ്ട് ഒരു വർഷം ഇറാന് മാത്രം $100 ബില്യൺ ലാഭമാണുള്ളത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രേറ്റ് ഓഫ് ഹോർമസിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ചുങ്കം പിരിക്കും. അതായത് ടാക്സും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇറാന് ഇതുകൊണ്ടുണ്ടാകുന്ന ലാഭങ്ങളുണ്ട്. അവിടെയുമല്ല, ഈ പറഞ്ഞതുപോലെ ഇവരുടെ എൻറിച്ച്ഡ് യുറേനിയം അമേരിക്ക കൈക്കലാക്കിയത് ഇല്ല. അതാണ് സത്യം. അപ്പം ഇതിനൊക്കെ വേണ്ടിയാണ് അമേരിക്ക അങ്ങോട്ട് യുദ്ധത്തിനൊക്കെ ചെന്നത്. അതുമല്ലാതെ അമേരിക്കയ്ക്ക് ഒത്തിരിയേറെ നഷ്ടങ്ങളുണ്ടായി. അമേരിക്കയുടെ ഷിപ്പ്, ഈ പറഞ്ഞ പോലെ F-15 എയർക്രാഫ്റ്റ്, F-35. പക്ഷേ ഇതൊക്കെ അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. അപ്പം ഇറാനെ സംബന്ധിച്ചോളം ഇതൊക്കെ നശിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാനിൽ നാശനഷ്ടങ്ങളുണ്ട്, പക്ഷേ നാണക്കേട് വന്നത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ ഇവിടം കൊണ്ടൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ തീർന്നിട്ടില്ല. അമേരിക്കയുടെ ഫ്രണ്ട്ലി നേഷൻസ് എല്ലാം തന്നെ അമേരിക്കയുമായി എതിർപ്പിലായി. ഫോർ എക്സാമ്പിൾ, നാറ്റോ ആയിട്ട് അമേരിക്ക വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ കടന്നിരുന്നേനെ ഒരാഴ്ചയും കൂടെ ഈ യുദ്ധം നീണ്ടിരുന്നെങ്കിൽ. അതേസമയം നമ്മുടെ ഇറാൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നോർത്ത് കൊറിയ ആയിട്ടും ചൈനയായിട്ടും റഷ്യയായിട്ടും നല്ല സുഹൃത്ത് ബന്ധത്തിലുമാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ ഈ യുദ്ധത്തിൽ ഭയങ്കരധികം സക്സസ്ഫുൾ ആണ്. അമേരിക്കയും ഈ യുദ്ധത്തിൽ സക്സസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രംപ് പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ജയിച്ചു, ഞങ്ങൾക്ക് ഇതുകൊണ്ട് കുറേ ലാഭങ്ങളൊക്കെ ഉണ്ടെന്ന്. പക്ഷേ അമേരിക്ക ട്രംപ് അല്ലേ? അമേരിക്ക ട്രംപ് എന്ന് പറഞ്ഞാൽ ഒത്തിരിയേറെ തള്ളും. നമ്മൾ കുറേയേറെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സീസ് ഫയർ പറഞ്ഞിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ 2 ആഴ്ചകൾക്ക് ശേഷമാണ്. 2 ആഴ്ചത്തേക്ക് ഈ പറഞ്ഞ പോലെ സീസ് ഫയർ ഉണ്ട്. ഇപ്പോൾ 2 ആഴ്ചത്തേക്ക് ശേഷമായിരിക്കും ഈ പറഞ്ഞ പോലെ സ്ട്രേറ്റ് ഓഫ് ഹോർമസ് തുറക്കുന്നത്. അതുമാത്രമല്ല, ബാക്കിയുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒത്തിരിയേറെ മലയാളികൾ ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ എഫക്റ്റ് ആയത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ തന്നെയാണ്. അപ്പം ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇതിൽ നിന്നൊക്കെ റിക്കവറായി വരാൻ വേണ്ടിയിട്ട് 1 വർഷത്തോളം പിടിക്കുമെന്നാണ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യക്കുള്ള ഈ പറഞ്ഞ പോലെ ഓയിലും ഗ്യാസും എല്ലാം 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ലോക്കൽസും കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയുടെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മാറുകയും ചെയ്യും. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ യുദ്ധത്തിന്റെ ഗതിയും പോക്കുമൊക്കെ. നമുക്ക് പറയാൻ പറ്റത്തില്ല. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ട്രംപ് പിന്നെ യുദ്ധത്തിന് ഇറങ്ങാം, പിന്നെയും ഈ പറഞ്ഞതുപോലെ ട്രംപ് ജയിച്ചെന്ന് പറയാം. എന്നാലും ഇതിനിടയ്ക്ക് വന്ന് പെട്ടത് നമ്മുടെ പാകിസ്ഥാനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിനകത്ത് സീസ് ഫയറിന് വേണ്ടി നിന്നു. പാകിസ്ഥാന്റെ നേതൃത്വത്തിലാണ് സീസ് ഫയർ നടന്നതെന്നൊക്കെയാണ് പാകിസ്ഥാൻ അഭിപ്രായപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും ഈ സീസ് ഫയർ പ്രഖ്യാപിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് പുറത്തു വരണം. ഇല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടാകും. അത് അമേരിക്കയ്ക്ക് അറിയാം. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തിനെ ഇതിനെ ഇടയ്ക്ക് പിടിച്ചിടുക. അങ്ങനെയാണ് നമ്മുടെ പാകിസ്ഥാനെ പിടിച്ച് ഇതിനെ ഇടയ്ക്കോട്ടിട്ടതും. ഈ പറഞ്ഞ പോലെ നമ്മുടെ പാകിസ്ഥാൻ്റെ പ്രസിഡന്റ് വന്നിട്ട് ഞാനാണ് ഇതെല്ലാം ചെയ്തത്, ഞാനാണ് ഇവിടെ സമാധാനം കൊണ്ടുവന്നതൊക്കെ പറഞ്ഞ് വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സീസ് ഫയർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് 2 ആഴ്ച കൊടുത്തു. 2 ആഴ്ചയ്ക്ക് മുമ്പ് ആദ്യം പറഞ്ഞു 2 ദിവസം, പിന്നെ അത് 4 ദിവസമായി, പിന്നെ അത് 8 ദിവസമായി, പിന്നെ അത് 2 ആഴ്ചയായി. ഇപ്പം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവസാനം ഇതൊരു യുദ്ധത്തിന്റെ ഗതി തന്നെ പോയിട്ട് അവസാനം ഒരു പീസ്, അല്ലെങ്കിൽ ഒരു സമാധാനം അവിടെ നിലനിൽക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. എന്തായാലും യുദ്ധം നിർത്തിയതൊരു നല്ല ന്യൂസാണ്. അപ്പോൾ ഇനി ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ന്യൂസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ദിസ് ഇസ് ജോസ് പ്രകാശ്. അപ്പോൾ അടുത്ത വീഡിയോ. ബൈ.